നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകായുക്ത ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പിട്ടതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അമർഷം. ഗവർണർ തന്റെ പ്രതിഷേധം രാഷ്ട്രപതി ഭവനെ അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ. ഉന്നത ബിജെപി നേതാക്കളെയും ഗവർണർ തന്റെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന കേരള യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബില്ല് 2022, യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി 2, യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബില്ല് 2021 എന്നിങ്ങനെയാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത്. ഇതോടെ സർവകലാശാലകളുടെ നിയന്ത്രണത്തിൽ നിന്നും ഗവർണറെ ഒഴിവാക്കുവാനുള്ള നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. 7 ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഗവർണർ അയച്ചിട്ടുള്ളത്. ഇതിൽ ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് അനുമതി ലഭിച്ചത്. ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട വിവരം കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് സൂചനകൾ. ഇതാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത്. സർവകലാശാല ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു എന്ന വിവരം സർക്കാർ രഹസ്യമാക്കി സൂക്ഷിക്കുകയും ചെയ്തു. ലോകായുക്ത ഭേദഗതി ഒപ്പിട്ട വിവരം മാധ്യമങ്ങൾ വഴി ഗവർണർ അറിഞ്ഞുവെന്നും സൂചനയുണ്ട്. ഇതിലും വയോധികനായ ഗവർണർക്ക് വിയോജിപ്പ് ഉണ്ട്. ഗവർണറുമായി ആശയവിനിമയം നടത്തുന്നതിന് മുമ്പാണ് ലോകായുക്ത ഭേദഗതി രാഷ്ട്രപതി പാസാക്കിയത്. ഈ കാരണത്താൽ കേരളത്തിലെ സവിശേഷ സാഹചര്യം രാഷ്ട്രപതി ഭവനെ അറിയിക്കാൻ ഗവർണർക്ക് കഴിഞ്ഞില്ല. ലോകായുക്ത ബില്ല് ഒപ്പിട്ടതോടുകൂടി CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗവർണർക്കെതിരെ രംഗത്തെത്തി. ഭേദഗതി ഒപ്പിട്ടതിൽ സർക്കാരിന് അഭിമാനിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധി കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഇനി ലോകായുക്തയുമായി യുദ്ധ പ്രഖ്യാപനത്തിൽ അർത്ഥവുമില്ല. മാത്രവുമല്ല, ജസ്റ്റിസ് സിറിയക് ജോസഫ് അടുത്ത മാസം വിരമിക്കും. ഉപലോകായുക്തമാർ സർക്കാരിന് സ്വാധീനം ഉള്ളവരാണ്. ഭേദഗതി കാരണം സർക്കാരിന് താൽപ്പര്യമുള്ള ചില മുൻ ചീഫ് ജസ്റ്റിസുമാർക്ക് അവസരം നൽകാനും കഴിയാതെ വന്നു. അഴിമതിക്ക് എതിരെയുള്ള സംവിധാനമായ ലോകായുക്തയുടെ ചിറക് അരിഞ്ഞ സർക്കാർ എന്ന പൊൻതൂവലിന് അർഹനായിരിക്കുകയാണ് പിണറായി വിജയൻ. പിണറായിയുടെ നിഗൂഢ അജണ്ടയ്ക്ക് BJP സർക്കാർ ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നയനാർ സർക്കാരിന്റെ കാലത്ത് CPM നേതാക്കളും KM മാണിയെ പോലെയുള്ള പരിണിത പ്രജ്ഞരുമാണ് ലോകായുക്തയെ ശക്തിപ്പെടുത്താൻ പുതിയ വകുപ്പുകൾ ചേർത്തത്. ഈ ഭേദഗതികളാണ് ഇപ്പോൾ ഇല്ലാത്തതും. ലോകായുക്ത ഭേദഗതിയിൽ CPI പരസ്യമായി ഉടക്കിയിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവർണറെ അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രപതി വെട്ടിയതിലാണ് ഗവർണർക്ക് അമർഷം. ബില്ല് രാഷ്ട്രപതിക്ക് കൈമാറിയതിലൂടെ അത് കോൾഡ് സ്റ്റോറേജിലായി എന്നാണ് സംസ്ഥാന നിയമവകുപ്പ് കരുതിയിരിക്കുന്നത്. സർക്കാരിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടത്. ഇതിലാണ് ഗവർണർക്ക് അമർഷം. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരാണ് ലോകായുക്തയാവുന്നത്. ഇവരുടെ നിയമങ്ങൾ 1957 കേരള ഹൈക്കോർട്ട് ജഡ്ജ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് അനുസരിച്ചാണ് നിർണയിക്കുന്നത്. അതായത് വിരമിച്ച ജഡ്ജിമാർക്ക് ശമ്പളം നൽകുന്നതിൽ മാത്രമല്ല ആക്ട് ബാധകം. പണ്ട് ജഡ്ജിമാർ പൊതുസമൂഹവുമായി ഇടപഴകിയിരുന്നില്ല. ഇതിന് കാരണം തങ്ങൾക്ക് മറ്റ് താൽപ്പര്യങ്ങൾ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തതെന്ന പരാതിയിൽ ലോകായുക്ത വിധിയിൽ ഒരു അത്ഭുതവുമില്ല എന്ന പ്രതിപക്ഷ പ്രതികരണം തീർത്തും ശരിയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നതിന് തെളിവുകളില്ല എന്ന ലോകായുക്ത വിധി പക്ഷപാതപരമാണ്. ഭരിക്കുന്നവരുടെ തന്നിഷ്ടപ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കാമെന്നാണ് വിധി നൽകുന്ന സന്ദേശം. സർക്കാരിന്റെ ഇഷ്ടക്കാരായ ആർക്ക് വേണമെങ്കിലും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകാമെന്ന അപകടകരമായ സാഹചര്യം ഈ വിധി കാരണം ഉണ്ടാകും.